നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിയൻ അൽവാരസിനായി FC ബാഴ്സലോണ ബിഡ് സമർപ്പിച്ചിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഓഫർ കൊടുത്ത കാര്യം അവരുടെ ബാഴ്സയുടെ പ്രസിഡന്റ് ജോൻ ലാപ്പോട്ടയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഹുലിയൻ അൽവാരസ് തന്നെ വേൾഡ് കപ്പിനിടയിൽ വെച്ച് പറഞ്ഞു എല്ലാവർക്കും നല്ലത് ട്രാൻസ്ഫർ ആവുന്നതാണ് എന്ന്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് അതത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ലാപ്പോട്ട വീണ്ടും പറയുന്നു, ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോൻ ലാപ്പോട്ട പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി വെളിപ്പെടുത്തുന്നത്. ഞാൻ അത്ലറ്റിക്കോയുമായിട്ട് സംസാരിച്ചിരുന്നു, ഞങ്ങളൊരു ഓഫർ ഹുലിയൻ അൽവാരസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. വി സെൻഡ് ആൻ ഓഫർ. ഞങ്ങൾക്കറിയാം ഹുലിയന് ബാഴ്സലോണയിലേക്ക് വരണമെന്ന്. കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള സമയത്ത് തന്നെ ബാഴ്സലോണയ്ക്ക് വരാൻ ആഗ്രഹിച്ചതാണ്. എന്നിട്ട് പിന്നെ വിശദീകരിച്ച് പറയുകയാണ്, ഞങ്ങൾ ഈ ഒരു ഓഫർ വളരെ ഫേമായിട്ട് തന്നെ മുന്നോട്ട് വെക്കും. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടത്. അവർക്കറിയാം ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ വില്ലിങ് ആയിട്ടുള്ളത് എന്ന്. അവർക്കത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിലൈറ്റഡ് ആയിരിക്കും. അറ്റ് ദി മൊമെൻറ്റ് അത്ലറ്റിക്കോ പറഞ്ഞത് ഹുലിയൻ അൽവാരസിന് സെല്ല് ചെയ്യില്ല എന്നാണ്. നൗ ദേ ഡോണ്ട് സെൽ ഹിം. കാരണം അവർക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നാണ് പറയുന്നത്. ഏതായാലും അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്താൻ പറ്റുമെന്നും നമ്മൾ കൊടുത്ത ബിഡ് കൺസിഡർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ജോൻ ലാപ്പോട്ട പറഞ്ഞു. എന്തായാലും വളരെ ഓപ്പണായിട്ട് തന്നെ ലാപ്പോട്ട ഞങ്ങൾ ഈ ബിഡ് കൊടുത്തിട്ടുണ്ട്, അത്ലറ്റിക്കോ അത് പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും അത്ലറ്റിക്കോയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം വരും എന്നുള്ളത് കണ്ടറിയണം. മുമ്പ് പലവട്ടം അവരുടെ ഭാഗത്ത് നിന്ന് വളരെ ഹൊസ്റ്റൈലായിട്ടുള്ള റിയാക്ഷനാണ് വന്നിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.